السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله مولانا العلي العليم. ഇന്നലെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് 3 വിഷയങ്ങൾ മഹാന്മാരായ മുഫസ്സിറുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതിലൊന്ന്, വിശുദ്ധമായ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് അല്ലാഹുവാണ് എന്ന വിഷയവും, രണ്ടാമത്തേത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ സമുദായത്തിന് നിർബന്ധമാക്കപ്പെട്ടതുപോലെ, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നബിതങ്ങളുടെ തൊട്ടു മുന്നേ വന്ന ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുസ്ലിമീങ്ങളുടെ വിശ്വാസപ്രകാരം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ട് 500 വർഷങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരായി ലോകത്തേക്ക് വരുന്നത്. അതിനിടയിലുള്ള കാലഘട്ടം ഫത്രത്തിൻ്റെ കാലഘട്ടമാണ്, അഥവാ ഒരു പ്രവാചക സാന്നിധ്യമില്ലാത്ത കാലഘട്ടം, ഒരു പ്രവാചകനുമില്ലാത്ത കാലഘട്ടം. ആ ഈസ നബി മുതൽ അങ്ങോട്ട് നൂഹ് നബി വരെയുള്ള ഓരോ പ്രവാചകന്മാരും അവരൊക്കെ നബി തങ്ങളുടെ മുൻകാല സമുദായങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരാണ്. അവർക്കൊക്കെ നോമ്പുണ്ടായിരുന്നു. അതിൻ്റെ സ്വഭാവത്തിലെ വ്യത്യസ്തതയെക്കുറിച്ച് ഇന്നലെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള സമുദായങ്ങൾക്ക് മിക്ക പ്രവാചകന്മാർക്കും ഒരു 3 നോമ്പ് ഉണ്ടായിരുന്നു എന്നും, ഈസ നബിയുടെ സമുദായത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന് നമുക്കുള്ളതുപോലെ തന്നെ ആദ്യം റമദാനിൽ തന്നെ 30 ഉണ്ടായിരുന്നു. പിന്നീടത് 40, 47, 50 ഈ രീതിയിലേക്ക് അത് മാറുകയും ചെയ്തു എന്ന് ഇന്നലെ സൂചിപ്പിച്ചു. രണ്ടാമത്തെ ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മുൻകാലക്കാർക്കും നോമ്പുണ്ട് എന്നൊരു പോയിൻ്റാണ്. മൂന്നാമത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിൻ്റെ കാരണമാണ് ആ ആയത്തിൻ്റെ ഏറ്റവും അവസാനം, ആ സൂക്തത്തിൻ്റെ ഏറ്റവും അവസാനം പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയിട്ടാണ്. എന്താണ് തഖ്വ? പരിപൂർണമായും ഹലാലായത് മാത്രം എടുത്ത് ജീവിക്കുക. ഹറാമായ നിഷിദ്ധമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് പാടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അനുവദനീയമാണെങ്കിൽ പോലും സൂക്ഷ്മതയുടെ പേരിൽ ഹലാലും ഒഴിവാക്കുക. ഇതാണ് തഖ്വയുടെ പര്യായം. തഖ്വയാണ് ഒരു മുസ്ലിം ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന നോമ്പിൻ്റെ ആത്യന്ത്യ ഫലമായി അല്ലാഹു തആല ലക്ഷ്യമാക്കുന്നത് തഖ്വയുള്ള ആളുകളെ വളർത്തിയെടുക്കുക. അതിനാണ് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ പട്ടിണി കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് മനുഷ്യക്കോലങ്ങളുണ്ട്. പലരെയും നാം പല വീഡിയോകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ മനസ്സലിഞ്ഞു പോകുന്ന പല ദൃശ്യങ്ങളും നമ്മൾ നിത്യേന സ്ക്രോൾ ചെയ്തു പോകുന്ന FBയിലും യൂട്യൂബിലുമൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് അലിയാറില്ല. ആ മനസ്സ് യഥാർത്ഥത്തിൽ അവരോട് സ്നേഹം തോന്നണമെങ്കിൽ അവരനുഭവിക്കുന്ന ആ ഒരു കഷ്ടപ്പാട് നാമും അനുഭവിക്കണം. അതാണ് നോമ്പ്. കൊടും ചൂടിലും കൊടും വിശപ്പിലും വെള്ളവും ഭക്ഷണവും ഒഴിവാക്കി
അവരോടുള്ള ഐക്യദാർഢ്യം. അങ്ങനെയുള്ള പട്ടിണിക്കോലങ്ങൾ ഒരിക്കലും തെറ്റായ മാർഗത്തിലേക്ക് ചിന്തിക്കില്ല, അവർക്കതിനുള്ള എനർജി വരില്ല. എന്നാൽ ഒരു മുഅ്മിൻ നേടിയെടുക്കേണ്ടതും തഖ്വയാണ്. ചില മറ്റു ഹദീസുകളിൽ കാണാം, വിശുദ്ധമായ റമളാൻ ഒരു മുഅ്മിനിൽ നിന്ന് കബൂലായിട്ടുണ്ടോ, സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിൻ്റെ അടയാളം റമളാനിനു ശേഷം ആ ഒരു മുഅ്മിനിൻ്റെ ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ഹജ്ജിന് പോകുന്നൊരു ഹാജിയെക്കുറിച്ചും ഇത് പറയുന്നത് കാണാം. ഒരു ഹാജി അവൻ്റെ ഇടപാടുകൾ മുഴുവനും തീർത്ത് പരിശുദ്ധമായ ഹറമിൽ ചെന്ന് ഹജ്ജ് നിർവഹിച്ച് കയൗമ വലദത്തുഹു ഉമ്മുഹു എന്നാണ് ഹജ്ജിൻ്റെ സവാബിനെ കുറിച്ച് പറയുന്നത്. ഒരു ഹജ്ജ് ചെയ്താൽ അവൻ അപ്പോൾ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെയായി, അത്രയും ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടിയവനായി. ഇതേപോലെയാണ് റമളാൻ കഴിയുന്നത്. അത് സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ അവൻ്റെ ഹജ്ജാനന്തര ജീവിതവും ആ ഒരു രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ അവൻ്റെ ഹജ്ജ് സ്വീകാര്യയോഗ്യമായിട്ടില്ല എന്നതാണ് അതിനർത്ഥം. എന്നതുപോലെയാണ് റമളാനും. റമളാനിൽ ഒരാൾ മഖ്ബൂലായിക്കൊണ്ട് റമളാൻ അവനെ തൃപ്തിപ്പെട്ടു എന്നതിൻ്റെ അടയാളം അവൻ റമളാൻ കഴിഞ്ഞതിന് ശേഷവും ആ ഒരു തഖ്വയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴാണ്. അപ്പോഴേ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിലൂടെ അല്ലാഹു തആല നിശ്ചയിച്ച ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വിശ്വാസികൾക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ വയറിന് മാത്രം നോമ്പ് പോരാ, നമ്മുടെ വായക്കും നമ്മുടെ ആമാശയത്തിനും മാത്രം നോമ്പ് പോരാ. ആ ഒരു നോമ്പ് റബ്ബിന് ആവശ്യവുമില്ല. അതിന് പട്ടിണി കിടക്കുക അല്ലെങ്കിൽ ഉപവസിക്കുക എന്നൊക്കെയാണ് പറയാറ്. അതല്ല നോമ്പ് കൊണ്ടുള്ള വിവക്ഷ. നോമ്പ് കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് തഖ്വയുള്ള ഒരാൾ, അഥവാ നല്ല രീതിയിൽ ജീവിതം റബ്ബിനർപ്പിക്കുന്ന ഒരു വിഭാഗത്തെ ഇവിടെ വളർത്തിയെടുക്കുക. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരായി ജീവിക്കുക. നമുക്കൊക്കെ സുപരിചിതമായ ഒരു ഹദീസ് നമുക്കറിയാം. മല്ലം യദഉ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമുഹു വശറാബുഹു. വളരെ ശ്രദ്ധേയമാണ് ഈ ഹദീസ്. മല്ലം യദഉ ഖൗലസ്സൂരി, ഒരാൾ തെറ്റായ വാക്കുകൾ ഉപേക്ഷിക്കാൻ ഒഴിവാക്കാൻ സന്നദ്ധനല്ലെങ്കിൽ, നോമ്പുകാരൻ തെറ്റായ വാക്ക്, കുറ്റകരമായ സംസാരങ്ങൾ അത് ഉപേക്ഷിക്കാൻ, അന്യൻ്റെ ഗീബത്ത്, അന്യനെക്കുറിച്ചുള്ള പരദൂഷണം, മറ്റുള്ളവനോട് ഏഷണി പറയുക, സമൂഹത്തിലും അതേപോലെ തന്നെ സമുദായത്തിലും ജനങ്ങൾക്കിടയിലും സംഘടനയിലും പൊതു ഇടങ്ങളിലും രാഷ്ട്രീയത്തിലുമൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കുക, തൻ്റെയോ തൻ്റെ സംഘടനയുടെയോ പ്രസ്ഥാനത്തിൻ്റെയോ വളർച്ചയ്ക്ക് വേണ്ടി ഉള്ളതും ഇല്ലാത്തതും മുഴുവനും പറഞ്ഞു വരുത്തുക, ഇതൊന്നും ഈ ഒരു മാസത്തിൽ ഒഴിവാക്കാൻ തയ്യാറല്ലെങ്കിൽ, അതേപോലെ വൽ അമല ബിഹി, തെറ്റായ പ്രവർത്തനവും ഒഴിവാക്കാൻ തയ്യാറല്ലെങ്കിൽ, വൽ അമല ബിഹി, തെറ്റായ ചെയ്തികൾ, നീക്കങ്ങൾ, മറ്റൊരാളെ വഞ്ചിക്കുന്ന മനസ്സ്, മറ്റൊരാളെ ആക്രമിക്കുന്ന മനസ്സ്, മറ്റൊരാളെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം എന്നുള്ള മനസ്സ്, അതിനു വേണ്ട നാക്കും കയ്യും കാലും ഉപയോഗിക്കുക എന്ന ഏറ്റവും ദുഷ്ടകരമായ ഈ ചെയ്തികൾ വല്ലാം മലബിഹി, അതൊരാൾ ഒഴിവാക്കാൻ സന്നദ്ധനല്ലെങ്കിൽ, നോമ്പെടുത്ത് ഇതെല്ലാം കഴിഞ്ഞ 11 മാസക്കാലം പോലെ തന്നെ അവനിപ്പോഴും തുടരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫലൈസ ലില്ലാഹി ഹാജ, റബ്ബിനൊരാവശ്യവുമില്ല ഫി അൻ യദഅ തആമുഹു വശറാബുഹു, അവൻ വെള്ളവും പാനീയവും ഭക്ഷണവും ഒഴിവാക്കുന്നതിൽ റബ്ബിന് യാതൊരു താല്പര്യമില്ല. കാരണം എന്തേ? റബ്ബ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തഖ്വയുള്ള ഒരു ടീം ഇവിടെ വളർന്നു വരണം എന്നതാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ഇവിടെ വളർന്നു വരണം. അതേപോലെ തെറ്റുകൾ ചെയ്യാത്ത, നാടിന് ദ്രോഹം ചെയ്യാത്ത, സമൂഹത്തിന് വിപത്തുകൾ ഉണ്ടാക്കാത്ത, കുടുംബത്തോട് നല്ല രീതിയിൽ പെരുമാറുന്ന, എല്ലാ രീതിയിലും ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ അവനെ പാകപ്പെടുത്തുകയാണ്, അവനെ പട്ടിണിക്കിട്ടുകൊണ്ട്, പട്ടിണി എന്നല്ല നോമ്പടിപ്പിച്ചുകൊണ്ട്.
ഇനി അതൊന്നും ഒഴിവാക്കാൻ ഒരാൾ തയ്യാറല്ലെങ്കിലോ ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തആമുഹു വശറാബുഹു, അവൻ ഭക്ഷണം ഒഴിവാക്കുന്നതിനോടോ വെള്ളം ഒഴിവാക്കുന്നതിനോടോ റബ്ബിന് യാതൊരു താല്പര്യമില്ല, അത് റബ്ബ് ഉദ്ദേശിക്കുന്നും ഇല്ല എന്നാണ് അതിനർത്ഥം. അങ്ങനെ അള്ളാഹു കാണുന്നുണ്ടെന്നൊരു ബോധം എല്ലായ്പ്പോഴും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാവണം. അങ്ങനെ ഒരാളെ വാർത്തെടുക്കലാണ് ലക്ഷ്യവും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം, ബഹുമാനപ്പെട്ട നാഫിഅ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ. മഹാനവറുകൾ പറയുന്നു, ഖറജ ഇബ്നു ഉമർ ഫീ ബഅദി നവാഹിൽ മദീന. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനയുടെ പ്രാന്തപ്രദേശത്തിലൂടെ ഒരു യാത്ര ചെയ്തു. അങ്ങനെ മാഹു അസ്ഹാബുൽ ലഹു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഖലീഫയാണ്, ഭരണാധികാരിയാണ് ഇസ്ലാമിലെ. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏതാനും ചില അണികളുമുണ്ട്. അങ്ങനെ വലഉ സഫ്രത്തൻ ലഹു, ഒരു സ്ഥലത്ത് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ആ സമയത്ത് ഫമർറ ബിഹിം റാഗി ഗനം, മലയിടുക്കിൽ നിന്നും ഒരു ആട്ടിടയൻ ആടുകളുമായി ഇവർ ഭക്ഷണം കഴിക്കുന്നതിനരികിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഫസല്ലമ, ആ ആട്ടിടയനായ ചെറിയ കുട്ടി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സംഘത്തോട് സലാം പറഞ്ഞു. ഫഖാല ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഫഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു അല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത് തെറ്റിപ്പോയതാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സലാം മടക്കിയതിന് ശേഷം ആ കുട്ടിയോട് പറഞ്ഞു, ഹലുമ്മ യാ റാഇ ഹലുമ്മ, ഓ കുട്ടി ഇങ്ങോട്ട് വരിക. എന്തിനു വേണ്ടി? ഫാസിബ മിൻ ഹാദിഹി സഫറ, ഞങ്ങളോടുകൂടെ ഈ ഭക്ഷണം നീയും കഴിക്കുക എന്ന് പറഞ്ഞ ആ കുട്ടിയെ മാടി വിളിച്ചു. ഫഖാല ലഹു, ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു, ഇന്നി സായിമുൻ, എനിക്ക് നോമ്പാണ്. റമളാനിലെ ഫർളാക്കപ്പെട്ട നോമ്പല്ല, ഏതെങ്കിലും സുന്നത്ത് നോമ്പിലായിരിക്കാം ആ കുട്ടി ക്ഷണിച്ച അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല. ഫഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് ചോദിച്ചു, അത്തസ്സൂമു ഫീ മിസ്ലി ഹാദിൽ യൗമിൽ ഹാർ, ഈ കൊടും ചൂടനുഭവിക്കുന്ന ഈ ദിവസം ഇന്ന് നീ നോമ്പെടുക്കുകയോ? ഫർളല്ല, സുന്നത്താണ്. ഷദീദുൻ സുമൂമുഹു, നല്ല കഠിന ചൂടിൻ്റെ ചൂട് അടിച്ചു വീശുന്ന ഈ ദിവസത്തിൽ മോനെ നീ എങ്ങനെ നോമ്പെടുക്കാനാ? വാൻത ഫീ ഹാദിഹിൽ ജിബാലി തർഹാദുൽ ഗനം, നീയാണെങ്കിലോ റൂമിനുള്ളിൽ വെറുതെ ഇരിക്കുകയല്ല, നീ കാണുന്ന ആട്ടിൻപറ്റത്തെ ആ കാണുന്ന മലയിടുക്കുകളിൽ പോയി തീറ്റിപ്പോറ്റുന്ന ഒരാട്ടിടയനാണ്. ഇത്രയും കൊടും ചൂടിൽ ഈ മരുഭൂമിയിൽ നീ ഈ ആട്ടിൻപറ്റത്തെ പോറ്റിക്കൊണ്ടെങ്ങനെ നോമ്പെടുക്കും? അതുകൊണ്ട് വരൂ, നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഫഖാല ലഹു, ആ കുഞ്ഞ് അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വല്ലാഹി ഉബാദിറു അയ്യാമി അൽ ഖാലിയ, ഇല്ല, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാനാണ് എൻ്റെ തീരുമാനം. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലും ഞാൻ ഇങ്ങനെ തന്നെ നോമ്പെടുത്തുകൊണ്ട് മുന്നോട്ട് പോവാനാണ് എൻ്റെ തീരുമാനം. വഖാല ലഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വഹുവ യുരീദു യഖ്തബിറു വറഅഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ കൊണ്ട് പിടിച്ച നോമ്പ് ഒഴിവാക്കാനുള്ള യാതൊരുവിധ മോട്ടിവേഷനുമല്ല കൊടുത്തത്. പിന്നെയോ നോമ്പുകാരനായ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ സൂക്ഷ്മത എത്രത്തോളമുണ്ട് എന്നൊരു ചെറിയ ടെസ്റ്റായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയത്. എന്നിട്ട് അതിൽ വിജയിക്കാതെ വന്നപ്പോൾ, കുട്ടി നോമ്പ് മുറിക്കാൻ സമ്മതിക്കാതെ വന്നപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫഹല്ലക അൻ തബിയ ഷാത്തം മിൻ ഗനമിക ഹാദിഹി ഫനുഅതീക സമനഹ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കുട്ടിയോട് ചോദിച്ചു, എങ്കിൽ ശരി, നീ നിൻ്റെ ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരൊറ്റ ആടിനെ ഞങ്ങൾക്ക് വിൽക്കുമോ? ഫനുഅതീക സമനഹ, ഞങ്ങളതിൻ്റെ വില നിനക്ക് നൽകാം. ആട്ടിടയൻ്റേതല്ല ആട്ടിൻപറ്റം, ആട്ടിൻപറ്റത്തിൻ്റെ യജമാനൻ വേറെ ഒരാളാണ്.
ഈ കുട്ടി കേവലം ഒരു ആട്ടിടയൻ മാത്രമാണ്. വേണമെങ്കിൽ ഈ ആട്ടിൻകുട്ടിയെ ഏതെങ്കിലും ഒന്നിനെ വിറ്റ് അതിൻ്റെ പണം വാങ്ങി മലമുകളിൽ നിന്ന് ചെന്നായ പിടിച്ചു എന്ന് യജമാനനോട് പറയാം. ഈ കുട്ടിയോട് അബ്ദുല്ലാഹിൻ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ ആട്ടിൻകുട്ടത്തിൽ നിന്ന് ഒരാടിനെ ഞങ്ങൾക്ക് വിൽപ്പന നടത്തുമോ, അതിൻ്റെ വില നിനക്ക് തരാം എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, വനുഅതീക മിൻ ലഹ്മിഹ ഫതുഫ്തിർ അലൈഹി, വേണമെങ്കിൽ നീ ഞങ്ങൾക്ക് വിറ്റ ആ ആടിൻ്റെ മാംസം പാചകം ചെയ്ത് ആ മാംസത്തിൻ്റെ ഒരു ഭാഗം നിനക്കും തരാം, നോമ്പ് തുറക്കുമ്പോൾ സുഭിക്ഷമായി നിനക്ക് ഭക്ഷണം കഴിക്കാം. ആ കുഞ്ഞിളം മനസ്സ് മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. എന്ത്? ഫവല്ലറാഇയൻഹു, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ റാഇ ആട്ടിടയനായ ആ ചെറിയ കുട്ടി ഉടനെ തന്നെ ഓടിപ്പോയി. എങ്ങനെ? റാഫിഉൻ നിസ്ബഹു ഇലസ്സമായി വഹു യഖൂലു ഐനല്ലാഹ് ഐനല്ലാഹ്. ആ കുട്ടി കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹു ഇല്ലേ? എൻ്റെ അല്ലാഹു എവിടെയാണ്? എല്ലായിടത്തും അവനില്ലേ? ഞാൻ എൻ്റെ യജമാനനെ പറ്റിച്ച് ഞാൻ ഏതെങ്കിലും ഒരു ആടിനെ പിടിച്ച് നിനക്ക് തന്നു, നീ ഭക്ഷണം അതിൻ്റെ വില തന്നു, പാചകം ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് നോമ്പ് തുറക്കാൻ എനിക്ക് തന്നു, സുഭിക്ഷമായി ഞാനത് കഴിച്ചു എന്ന് വെക്കുക. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബെനിക്കില്ലേ എന്ന നിഷ്കളങ്കമായ ആ കുഞ്ഞു മനസ്സ് മഹാനായ അബ്ദുല്ലാഹിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൻ ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടി പറഞ്ഞതുപോലെ ഐനല്ലാഹ് ഐനല്ലാഹ്, നിങ്ങൾ കേട്ടില്ലേ ആ കുട്ടി പറയുന്നത്? അല്ലാഹു ഇല്ലേ, റബ്ബില്ലേ, അവൻ കാണില്ലേ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫലമ്മ ഖദിമൽ മദീനത, അപ്പോൾ മഹാനായ അബ്ദുല്ലാഹിൻ ഉമർ റളിയല്ലാഹു അൻഹു ആ യാത്ര മുന്നോട്ട് പോയി മദീനയിലേക്ക് എത്തിയപ്പോൾ ബഅസ ഇലാ മൗലാഹു, ആ കുട്ടിയുടെ യജമാനനേക്ക് ഒരാളെ വിട്ടിട്ട് ഫസ്തറ മിൻഹുൽ ഗനമ വറാഇ, ആട്ടിടയൻ അടിമ സമ്പ്രദായം ലോകത്ത് നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ്. ആ ആട്ടിടയനെയും ആട്ടിൻപറ്റത്തെയും മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിലക്ക് വാങ്ങി. എന്നിട്ട് ഫഅതഖറഇയ, ലക്ഷങ്ങളോ കോടികളോ കൊടുത്തിട്ട് വേണം, ഒരു അടിമയെ മോചനദ്രവ്യം കൊടുത്ത് വേണം അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. പക്ഷേ ഈ കുട്ടിയുടെ നല്ല ശീലം കണ്ട്, നല്ല സ്വഭാവം കണ്ട്, തഖ്വ കണ്ട്, ആ കുട്ടിയുടെ വറഅ് കണ്ട്, സൂക്ഷ്മത കണ്ട് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിയെയും വാങ്ങി അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രനാക്കി വിട്ടിട്ട് വവഹബലഹുൽ ഗനമ, താൻ വാങ്ങിച്ച സയ്യിദിൽ നിന്ന് വാങ്ങിച്ച, യജമാനനിൽ നിന്ന് വാങ്ങിച്ച ആ ആട്ടിൻപറ്റത്തെ മുഴുവനും ജീവിക്കാനുള്ള ഉപാധിയായിക്കൊണ്ട്, ഉപജീവന മാർഗമായിക്കൊണ്ട് ആ കുട്ടിക്ക് കൈമാറുകയും ചെയ്തു. എന്താ കാരണം? ആ കുട്ടിയിൽ അന്തർലീയമായി കിടക്കുന്ന വറഅ്, സൂക്ഷ്മത, അതാണ് കാരണം. വേണമെങ്കിൽ ആട്ടിൻപറ്റത്തിൽ നിന്ന് ആ ആട്ടിടയന് തൻ്റെ യജമാനനറിയാതെ, മുതലാളി അറിയാതെ ഒരാടിനെ വിൽക്കാമായിരുന്നു. പക്ഷേ ആ കുട്ടി തയ്യാറായില്ല. എന്താണ് കാരണം? ആ കുട്ടിയുടെ ചോദ്യം ഒന്നു മാത്രമേ ഉള്ളൂ, ഐനല്ലാഹ്. അബ്ദുല്ലാഹിൻ ഉമർ റളിയല്ലാഹു അൻഹുവോ തൻ്റെ സഹചാരികളായ യാത്രക്കാരോ ആ യജമാനനെ കുറിച്ച് അറിയില്ല, അന്വേഷിച്ചിട്ട് വേണം. ഇത് പറയുമെന്ന ഒരു പ്രതീക്ഷയും ആ കുട്ടിക്കില്ല. എന്നിട്ടും ആ കുട്ടി അതിന് മുതിർന്നതെന്തേ? അല്ലാഹ് എന്ന ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായി. ആ കുട്ടി ഒരു നോമ്പുകാരനായിരുന്നു, സുന്നത്താണെങ്കിലും. ഇതാണ് അല്ലാഹു തആല ഒരു മുസ്ലിം നോമ്പെടുക്കുന്നതിലൂടെ അവനിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം തെറ്റുകളൊന്നും ജീവിതത്തിൽ ചെയ്യാതെ കടയിൽ പോകുന്ന മുഅ്മിൻ, കച്ചവടക്കാരനായ ഒരു മുഅ്മിൻ, അവൻ ഇപ്പോഴും തൂക്കത്തിലും അളവിലും കൃത്രിമം നടത്തുന്നുവെങ്കിൽ അവൻ്റെ നോമ്പല്ല. ഒരു തൊഴിലാളിയെ വെച്ച് ജോലി ചെയ്യുന്ന ഒരാൾ, അയാൾ ഇപ്പോഴും ആ തൊഴിലാളിയെ വേതനത്തിൽ പറ്റിക്കുന്നുവെങ്കിൽ അവൻ നോമ്പുകാരനാണ്, പക്ഷെ അവൻ്റെ നോമ്പായിട്ടില്ല എന്നാണ് അതിനർത്ഥം. ഒരു തൊഴിലാളി തൻ്റെ ബോസിനെ പറ്റിച്ചുകൊണ്ടാണ് പകൽ സമയത്ത് നോമ്പുകാരനായി തുടരുന്നുവെങ്കിൽ അവനൊരിക്കലും നോമ്പുകാരനല്ല. അധ്യാപകൻ വിദ്യാർത്ഥികളെയോ വിദ്യാർത്ഥികൾ അധ്യാപകനെയോ
നോമ്പെടുത്തുകൊണ്ട് പറ്റിക്കുന്നുവെങ്കിൽ അവൻ്റെ നോമ്പ് നോമ്പായിട്ടില്ല. എന്ന് വെച്ചാൽ നാം ഒരു സാധനത്തെ ഉപയോഗിച്ച് അത് ഫലപ്രദമാണെന്ന് നാം മാർക്കിടലെപ്പോഴാണ് ആ വസ്തു നമ്മുടേത്, ആ വസ്തുവിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നമുക്ക് കിട്ടുമ്പോഴാണ്. ഒരു ലൈറ്റ് നാം ഫിറ്റ് ചെയ്യുമ്പോൾ കത്താത്തതാണെങ്കിൽ, പ്രകാശം കിട്ടാത്തതാണെങ്കിൽ ആ ലൈറ്റ് നമ്മൾ തിരികെ കൊടുക്കും. അത് യാതൊരു ഉപകാരവുമില്ലാത്തതാണ്. അള്ളാഹു പറയുന്നു, തഖ്വയില്ലാത്തതാണോ നിൻ്റെ നോമ്പ്? നിൻ്റെ കൈകൾക്ക് ഇപ്പോഴും ഹറാമിൽ നിന്ന് പിന്മാറ്റമില്ലെങ്കിൽ, നിൻ്റെ നാവിന് ഗീബത്തിൽ നിന്നും നമീമത്തിൽ നിന്നും ഇപ്പോഴും ശമനമില്ലെങ്കിൽ, നിൻ്റെ കണ്ണുകൾക്ക് ഹറാമിൽ നിന്ന് വിരാമം കുറിക്കാനായിട്ടില്ലെങ്കിൽ, നിൻ്റെ മനസ്സിന് നല്ലത് ചിന്തിക്കുന്നതിന് പകരം ഇപ്പോഴും നീ ദുഷിച്ച ചിന്തകളുമായിട്ടാണ് നടക്കുന്നതെങ്കിൽ നിനക്കല്ലേ കേൾക്കേണ്ടത് ഫലൈസലില്ലാഹി ഹാജ, അള്ളാഹുവിനൊരു ആവശ്യവുമില്ല ഫി അയ്യദ അത്ആമുഹു വശറാബുഹു, അവൻ്റെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കിയുള്ള പട്ടിണി കിടത്തത്തിൽ റബ്ബിന് യാതൊരു താല്പര്യമില്ല. അള്ളാഹു അതിനുതകുന്ന നോമ്പുകളായി നമ്മുടെ എല്ലാവരുടെയും നോമ്പിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഹറാമായതൊന്നും ഭക്ഷിക്കാൻ പാടില്ല. തഖ്വയുടെ രണ്ടാമത്തെ ഷർത്ത, ഹറാമായതൊന്നും ഭക്ഷിക്കാൻ പാടില്ല. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന പള്ളിയിൽ, ആ പള്ളിയിലെ മിമ്പറിൽ നിന്ന് ഖത്തീബ് ഊസീക്കും ബി തഖ്വല്ലാ എന്ന് 2 ഖുത്ബയിലും പറയൽ നിർബന്ധമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ തഖ്വയുള്ളവരാവണം എന്ന് ഞാൻ വസീയത്ത് ചെയ്യുന്നു എന്നാണ് ആ വാക്കിനർത്ഥം. ഓരോ വെള്ളിയാഴ്ചയും ഇതിങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ആരെയും ആക്രമിക്കരുത്, നിങ്ങൾ ഹറാമ് തിന്നരുത്, ഹലാല് മാത്രം. തെറ്റിദ്ധരിക്കപ്പെടേണ്ട വാക്കല്ല ഹലാൽ. ഹലാൽ എന്ന് പറഞ്ഞാൽ അവകാശപ്പെട്ടത് കഴിക്കുക, അവകാശപ്പെട്ടത് നമ്മൾ ഉപയോഗിക്കുക. അതാണ് ഹലാൽ എന്ന വാക്കിനർത്ഥം. മറ്റൊരുത്തൻ്റേത് ഒരിക്കലും നാം കവർന്നെടുക്കാൻ പാടില്ല, മറ്റൊരുത്തൻ്റെ അവകാശത്തിലേക്ക് നാം കടന്നു ചെല്ലാൻ പാടില്ല. അതാണ് ഹലാൽ. ഹറാം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അനുവദിക്കുക, മറ്റൊരുത്തൻ്റേത് എടുക്കുക, മറ്റൊരുത്തൻ അവകാശപ്പെട്ടത്. ഇത് ഓരോ ഖത്തീബുമാരും 2 ഖുത്ബയിലും നിർബന്ധമായും വരുന്ന മുന്നിലിരിക്കുന്ന വിശ്വാസികളോട് ചെയ്യേണ്ട വസീയത്ത് നിർബന്ധം, ഫർളാണെന്നർത്ഥം. നിർബന്ധമായും ആ ഒരു തഖ്വയാണ് വിശുദ്ധമായ റമളാൻ നോമ്പ് കൊണ്ട് ഓരോ വിശ്വാസിയിൽ നിന്നും അള്ളാഹു പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തേത്, അവൻ്റെ മനസ്സ് ശുദ്ധിയാകുന്നതോടൊപ്പം അവൻ്റെ ശരീരത്തിൻ്റെ ആമാശയത്തിലേക്ക് എത്തുന്ന ഭക്ഷണം അതും ശുദ്ധമായിരിക്കണം, ഹലാലായത് മാത്രമായിരിക്കണം. ഏതെങ്കിലും തിന്ന് പശിയടക്കണം, ഏതെങ്കിലും തിന്ന് നോമ്പ് തുറക്കണം എന്ന ഒരു തരത്തിലേക്ക് ഒരു മുഅ്മിൻ തരം താഴാൻ പാടില്ല. ഹലാല് മാത്രം തിന്നുക. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാലത്ത്, ആയിഷ ബീവി പറയുന്നു, കാനലി അബീബക്കറിൻ ഗുലാമുൻ യഖ്റുജു ലഹുൽ ഖറാജ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരു അടിമയുണ്ടായിരുന്നു, ഒരു ജോലിക്കാരൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി? ഭരണസമയത്ത് മഹാനവറുകളുടെ ടാക്സ്, സക്കാത്ത് പിരിച്ചെടുക്കുക. ഇതാണ് ഡ്യൂട്ടി. മഹദിയായ ആയിഷ ബീവി മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിയുമാണ്. സ്വന്തം പിതാവിൻ്റെ അനുഭവത്തെക്കുറിച്ച് പ്രിയ പത്നിയുടെ ഉദ്ധരണിയാണ്. വകാന അബൂബക്കർ റളിയല്ലാഹു അൻഹു യഅകുലു മിൻ ഖറാജിഹി. അബൂബക്കർ റളിയല്ലാഹു അൻഹു തനിക്ക് അവകാശപ്പെട്ട ആ ഖറാജിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഭക്ഷിക്കാറുണ്ടായിരുന്നു. ഫജാഅ യൗമഇദിൻ ബിശൈഇൻ, അതായത് തനിക്ക് കൂലിയായി കിട്ടിയതിൽ നിന്ന്, തൻ്റെ ഈ തൊഴിലാളിക്ക് കൂലിയായി ലഭിച്ചതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സന്തോഷത്തിന് കൊണ്ടുകൊടുക്കും. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ഇദ്ദേഹം പതിവ് പോലെ എന്തോ കൊണ്ടുവന്നു. ഫഅക്കല മിൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഒന്നാമത്തെ ഖലീഫ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് കഴിക്കുകയും ചെയ്തു. ഫഖാല ലഹുൽ ഗുലാം, കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ കുട്ടി ചോദിച്ചു, അത്തദരി മാ ഹാദാ, ഓ നേതാവേ, നിങ്ങളിപ്പോൾ കഴിച്ചത് എന്താണെന്ന് അങ്ങേക്കറിയുമോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചോദിച്ചു, വമാ ഹുവ, എന്താണ് നീ എനിക്ക് തന്നത്, ഞാൻ കഴിച്ചതെന്താ? ബഹുമാനപ്പെട്ട ആ കുട്ടി, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, ആ ഗുലാം, ആ സയ്യിദ്, ജോലിക്കാരൻ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കുന്തു തകഹൻതു ലി ഇൻസാനിൻ ഫിൽ ജാഹിലിയത്തി,
ഇസ്ലാം വരുന്നതിന് മുമ്പ് പിന്നെ ജ്യോത്സ്യപ്പണി ഞാൻ ഒരാൾക്ക് വേണ്ടി ചെയ്തിരുന്നു. ജ്യോത്സ്യപ്പണി ഇസ്ലാമിൽ അനുവദനീയമല്ല. മറ്റേ രാശി നോക്കിയിട്ടുള്ള ലക്ഷണങ്ങൾ നോക്കിയിട്ട് മറ്റൊരാളുടെ ഭാവി പ്രവചനം അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പക്ഷേ അന്ന് ഇസ്ലാമിക വിശ്വാസങ്ങൾ വാരിപ്പുണരും മുമ്പ് ഞാൻ എങ്ങനെ ഒരാൾക്ക് വേണ്ടി ഞാൻ ജ്യോത്സ്യപ്പണി ചെയ്തിരുന്നു. എന്നിട്ട് ആ കുട്ടി പറഞ്ഞു, ആ യജമാനൻ ജോലിക്കാരൻ പറഞ്ഞു, ഒമ അഹ്സനുൽ കഹാന, എനിക്ക് ജ്യോത്സ്യപ്പണി അറിയില്ല, മറ്റൊരാളുടെ ലക്ഷണങ്ങൾ പറയാനുള്ള കഴിവെനിക്ക് അറിയില്ല, ഞാനത് പഠിച്ചിട്ടുമില്ല. പക്ഷേ ഇല്ല അന്നി ഖദഅ്തുഹു, ഞാൻ അയാളെ വഞ്ചിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ. ഫലഖിയനി ഫഅതാനി ബിദാലിക, ഞാൻ ജ്യോത്സ്യപ്പണി ചെയ്ത് കഴിഞ്ഞതിന് ആ ജ്യോത്സ്യപ്പണി ചെയ്തതിന് അയാൾ എനിക്ക് പാരിതോഷികമായി തന്നതാണ് ഇത്. ഫഹാദല്ലദി അക്കൽത മിന്നു, അതിൽ നിന്നാണ് അങ്ങ് ഭക്ഷിച്ചത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ യജമാനൻ, അവിടുത്തെ ഡ്യൂട്ടിയിലുള്ള ജോലിക്കാരൻ പറഞ്ഞപ്പോൾ ഫഅദ്ഖല അബൂബക്കറിൻ യദഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു താമസം വിന അവിടുത്തെ കൈ അണ്ണാക്കിലേക്ക് ഇട്ടുകൊണ്ട് ഫഖാഅ കുല്ല ശൈഇൻ ഫീ ബത്നിഹി, തൻ്റെ വയറ്റിലുള്ളത് മുഴുവനും പുറത്തേക്ക് വരുന്നത് വരെ മുഴുവനും ഛർദ്ദിച്ച് കളഞ്ഞു. എന്താ കാരണം? ഹറാമായതൊന്നും തൻ്റെ വയറ്റിലേക്ക് എത്താൻ പാടില്ല. ആ ഒരു നിർബന്ധ ബുദ്ധി, തങ്ങൾക്ക് അനധികൃതമായത് അനുവദനീയമല്ലാത്തത് വയറ്റിലേക്ക് എത്താൻ പാടില്ല. മാനബത്ത മിൻ ഹറാമിൻ ഔല ബിന്നാർ എന്ന് ഹദീസിൽ കാണാൻ കഴിയുന്നതാണ്. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് തടിച്ചു കൊഴുത്തുണ്ടായ നിൻ്റെ ശരീരം, ഹറാമ് തിന്നിട്ട് തടിച്ചു കൊഴുത്ത നിൻ്റെ ശരീരം, അതേറ്റവും ബന്ധപ്പെട്ടത് നരകത്തോടാണ്. അതുകൊണ്ട് വിശുദ്ധമായ റമദാൻ ഹലാലായത് മാത്രം കഴിക്കണം എന്ന് ബോധ്യമുള്ളൊരു സമുദായത്തെ ബോധ്യപ്പെടുത്താനാണ് വിശുദ്ധ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. അത് ഈ ഒരു റീചാർജ്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എനർജി, ഏതെനർജി? തഖ്വ എന്ന് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും നാം നേടിയെടുത്ത ആ ഒരു തഖ്വ, അത് റമദാൻ കഴിഞ്ഞാലും നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയണം. അപ്പോഴേ ലഅല്ലക്കും തത്തഖൂൻ എന്ന് ആ ആയത്തിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് എത്തുകയുള്ളൂ. അള്ളാഹു അതിനുതകുന്ന വിധത്തിലുള്ള നോമ്പായി നമ്മുടെ നോമ്പിന് അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.